പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആശിർ നന്ദയുടെ ആത്മഹത്യയിൽ പോലീസിനെതിരെ ബാലാവകാശ കമ്മീഷൻ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ സംശയങ്ങളുണ്ടെന്നാണ് ബാലാവകാശ കമ്മീഷൻ പറയുന്നത്. DGPയുടെ അന്വേഷണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീകുമാരൻ പാലക്കാട് ചെയ്യുന്നു. ശ്രീജിത്ത്, ഈ ആരോപണ മുന്നിലുണ്ടായ അധ്യാപകരെ പോലും പ്രതി ചേർക്കാൻ പോലീസ് വല്ലാതെ പേടിച്ച്, വല്ലാതെ മടിച്ച്, വല്ലാതെ സങ്കടപ്പെട്ട കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ ബാലാവകാശ കമ്മീഷനും പോലീസിനെ വിമർശിക്കുന്നു. ഈ ആശിർ നന്ദയുടെ കേസിൽ അന്വേഷണം ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? കഴിഞ്ഞ ജൂൺ 23-നാണ് രാത്രിയാണ് ആശിർ നന്ദ എന്ന 9ാം ക്ലാസ്സുകാരി അധ്യാപകരുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ആ ആത്മഹത്യക്കുറിപ്പിൽ കൃത്യമായ രീതിയിൽ അതിന് ആദ്യഘട്ടത്തിൽ ആത്മഹത്യക്കുറിപ്പൊന്നും കിട്ടിയിരുന്നില്ല സുഹേൽ. പിന്നീട് മറ്റൊരു പെൺകുട്ടിയുടെ ബാഗിൽ നിന്നാണ് ആശിർ നന്ദയുടെ കയ്യക്ഷരത്തിലുള്ള കുറിപ്പ് കിട്ടിയത്. അത് ആശിർ നന്ദയുടെ കയ്യക്ഷരം തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞില്ല. പിന്നീട് അത് ആശിർ നന്ദയുടെ കയ്യക്ഷരം തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു. അതിൽ ചില അധ്യാപകരുടെ പേരുകളുണ്ട്, 4ഓളം അധ്യാപകരുടെ പേരുകളുണ്ടെന്നാണ് പറയുന്നത്. ഇവരുടെ പേരുകളൊക്കെ എഴുതി വെച്ച് ഇവരെ തനിക്ക് കൊല്ലണം, താൻ ഈ ലോകത്ത് നിന്ന് പോകുന്നു എന്നാണ് ആശിർ നന്ദ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ പക്ഷേ പോലീസ് പറയുന്നത് ഇതിൽ ഇവരാണ് തൻ്റെ മരണത്തിന് ഉത്തരവാദി, അല്ലെങ്കിൽ തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ഈ 9ാം ക്ലാസ്സുകാരിയാണെന്ന് ഓർക്കണം. 9ാം ക്ലാസ്സുകാരി എഴുതിയിട്ടില്ല. അതുകൊണ്ട് കേസെടുക്കാൻ ചില പരിമിതികളുണ്ട്, നിയമോപദേശം തേടുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. അങ്ങനെയാണ് ഈ അന്വേഷണം ദീർഘമായ ഒരു വൈകൽ നടന്നത്. ഏതാണ്ട് 1 മാസം പിന്നിട്ട് കഴിഞ്ഞു. സ്വാഭാവികമായി പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിമർശനങ്ങൾ ഉയർന്നു. ആശിർ നന്ദയുടെ കുടുംബം നിയമപരമായ അടക്കം നീങ്ങാനുള്ള നീക്കം നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ വലിയൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ ബാലാവകാശ കമ്മീഷൻ വളരെ വ്യക്തമായി തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് അനിയന്ത്രിതമായ കാലതാമസം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു കാരണവശാലും അനുവദിച്ചുകൂടാ. അല്പസമയം മുൻപ് ബാലാവകാശ കമ്മീഷന്റെ അധികാരികളെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ചില സംശയങ്ങൾ അവർക്ക് ഉണ്ട്, അത് പരിഹരിക്കണം എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ചില ഹിയറിങ്ങുകളൊക്കെ നടത്തി അതിന്റെ പൂർണ്ണമായ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് DGPക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ DGPയുടെ പക്കൽ ഇത് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് മുൻപ് തന്നെ നമുക്ക് ആ പകർപ്പ് ലഭിച്ചിട്ടുമുണ്ട്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം ത്വരിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ കുട്ടിയുടെ അച്ഛൻ വളരെ വിഷമത്തോടു കൂടി പലപ്പോഴും പോലീസിനെ സമീപിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ പോലീസ് ഒരു തുടർ നടപടിയിലേക്ക് ഈ അധ്യാപകരെ പ്രതി ചേർക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ അധ്യാപകരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതി ചേർക്കണമെന്നൊരു ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നോ നാളെയോ കൂടി അക്കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ നിലപാടിലേക്ക് കുടുംബം നീങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലുണ്ടായിരിക്കുന്നു. ആശിർ നന്ദ എന്ന 9ാം ക്ലാസ്സുകാരുടെ ഈ മരണത്തിൽ സെന്റ് ഡൊമിനിക് സ്കൂളിലെ പുറത്താക്കപ്പെട്ടുവെന്ന് അവർ പറയുന്ന അധ്യാപകർക്കെതിരെ ശക്തമായ നടപടി വേണം. അതിൽ ഇനിയൊരു കാലതാമസം പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ശ്രീത്ത്, പോലീസ് ഒരു കേസ് അന്യായമായി വൈകിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു ഫോക്കസ് ഉണ്ടാകണം. ഇത് ആർക്ക് വേണ്ടിയാണ്, ആരെ കരുതാൻ വേണ്ടിയാണ്? കാരണം നേരത്തെ തന്നെ ഈ പറയുന്ന ആശിർ നന്ദയുടെ സുഹൃത്തിന്റെ ബാഗിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ കയ്യക്ഷരം ആശിർ നന്ദയുടേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ആ പേരിലുള്ളവരെ സ്വാഭാവികമായും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതി ചേർക്കാൻ എന്തേ ഇത്ര അമാന്തിക്കുന്നത്, എന്തേ ഇത്ര വൈകുന്നത്? എന്താണ് പോലീസുമായി ബന്ധപ്പെട്ട് പറയുന്നത്? പ്രത്യേകിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥരെതിരെ, അന്വേഷണ ഉദ്യോഗസ്ഥരെ നേരത്തെയും ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നല്ലോ. പോലീസ് ഇക്കാര്യത്തിൽ ഒരു സാങ്കേതികമായ കാര്യം മാത്രമാണ് പറയുന്നത്. ആശിർ നന്ദയുടെ ഒരു കയ്യക്ഷരം സ്വാഭാവികമായി അത് ആദ്യഘട്ടത്തിൽ ആശിർ നന്ദയുടേതാണെന്ന് തെളിയിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് തെളിയിക്കാൻ കുറച്ച് സമയമെടുത്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം പോലീസ് വീണ്ടും സാങ്കേതികത്വം തന്നെയാണ് സുഹേൽ പറയുന്നത്. ഒരു 9ാം ക്ലാസ്സുകാർ ചില അധ്യാപകരുടെ പേരുകളൊക്കെ എഴുതി വെക്കുക, ഇവരെ തനിക്ക് കൊല്ലണമെന്ന് പറയുക, അതിനുശേഷം ഞാൻ പോകുന്നു, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു എന്ന് കൃത്യമായ രീതിയിൽ സ്വന്തം കയ്യക്ഷരത്തിൽ എഴുതി വെക്കുക. എന്നിട്ടും പോലീസ് പറയുന്നത് ഇവർ തന്നെയാണ് ഈ അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചു എന്ന് കുട്ടി എഴുതിയിട്ടില്ല ഈ ലെറ്ററിൽ. അതുകൊണ്ട് ഇവരെ കൊല്ലണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരോട് ദേഷ്യമുണ്ട്. പക്ഷേ എന്ത് കാരണത്താലാണ് അവരോട് ദേഷ്യമെന്ന് കൃത്യമായ രീതിയിൽ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടില്ല എന്ന സാങ്കേതികമായ തീർത്തും ബാലിശമായ വാദങ്ങളാണ് പോലീസ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി അതൊക്കെ തന്നെയാണ് ബാലാവകാശ കമ്മീഷനും ഒരു സംശയം വന്നിരിക്കുന്നത്. എന്തായാലും ബാലാവകാശ കമ്മീഷൻ ഇടപെടലുണ്ടായിരിക്കുന്നു. കുട്ടിയുടെ കുടുംബം ഒട്ടും തൃപ്തരല്ല. അടിയന്തരമായ നടപടിയില്ലെങ്കിൽ അവർ ശക്തമായ നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്.